പ്രീതിയുടെ ബ്ലോഗ് കണ്ടപ്പോ തന്നെ തീരുമാനിച്ചു ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന്. ഉച്ചയ്ക്ക് വരാൻ നോക്കിയിരുന്നു ഞാൻ. നെക്സ്റ്റ് ഡേ തന്നെ ഫ്ലൈറ്റിലായിരുന്നു അവർ വന്നിരുന്നത്. അപ്പൊ നമ്മുടെ ഓഫീസിൽ വന്നു, എല്ലാം വിസിറ്റ് ചെയ്തു, അവർക്ക് വേണ്ടുന്ന ചോയ്സ് ഒക്കെ നോക്കി ഷോറൂമിൽ. സോ ദാറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ അടിപൊളിയായിട്ട് ഒരു നല്ലൊരു ലിഫ്റ്റ് സോ നമ്മൾ വാം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സെന്റർ ഡിസൈൻ പാറ്റേൺ മാഡം പറഞ്ഞ പോലെയാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യപ്പെട്ട ഇഷ്ടപ്പെട്ട പോലെ ഒരു വീട് പണിയാൻ സാധിച്ചു. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നതേ പന്തളത്താണ്, അയ്യപ്പൻ്റെ നാട്ടിലാണ്. അപ്പോൾ അവിടേക്ക് വന്നിരിക്കുന്നത് നമ്മളെ റിലയൻസ് എലിവേറ്റേഴ്സിൻ്റെ എറണാകുളം പ്ലേസ് ആയിട്ട് കമ്പനി നമ്മൾ എത്രയോ വീഡിയോസ് ചെയ്താണ്. പ്രീതി തന്നെയാണ് നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം പന്തളത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഫസ്റ്റ് വർക്കാണ് തോന്നുന്നു അല്ലേ? അതെ, ഫസ്റ്റ് വർക്കാണ്. എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ ജില്ലകളിലും തമിഴ്നാട്ടിലും ഒക്കെ പോയി ചെയ്തിട്ടുണ്ട്. പന്തളത്തിലെ ഫസ്റ്റ് വർക്കാണ്. സുൽത്താൻ ആക്ച്വലി ഈ ഒരു പ്രോജക്റ്റിന്റെ പ്രത്യേകത, റിലയൻസ് എലിവേറ്റേഴ്സ് ഒത്തിരി പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പ്രോജക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ആക്ച്വലി ഗുജറാത്താണ് സാറിന്റെ വർക്കൊക്കെ. അപ്പോൾ സാറും മാഡും ആയിട്ടായിരുന്നു ഓഫീസിലേക്ക് വന്നത്. നെക്സ്റ്റ് ഡേ തന്നെ ഫ്ലൈറ്റിലായിരുന്നു അവർ വന്നിരുന്നത്. അപ്പോൾ നമ്മുടെ ഓഫീസിൽ വന്നു, എല്ലാം വിസിറ്റ് ചെയ്തു, അവർക്ക് വേണ്ടുന്ന ചോയ്സ് ഒക്കെ നോക്കി ഷോറൂമിൽ. സോ ദാറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ അടിപൊളിയായിട്ട് ഒരു നല്ലൊരു ലിഫ്റ്റ് റിലയൻസ് എലിവേറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2011 റിലയൻസ് എലിവേറ്റേഴ്സ് ഫോം ചെയ്തേ. നമ്മുടെ ബാക്ക് ആൻഡ് ഓഫീസ് വരുന്നത് മരട് തന്നെയാണ്. അവിടെ തന്നെയാണ് നമ്മുടെ ഷോറൂം നിൽക്കുന്നത്, പൂണിത്തുറയിലാണ് നിൽക്കുന്നത്. അതുകൂടാതെ നമുക്ക് കാലിക്കട്ടിലും കണ്ണൂരിലും ഇപ്പോൾ ട്രിവാൻഡ്രത്തും പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അതെ, ഡെമോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ മരടിലാണല്ലോ ഉള്ളത്. അപ്പൊ അത് കാണാം. പിന്നെ നമുക്ക് നേരെ വീടിന്റെ അകത്ത് കയറിയിട്ട് ലിഫ്റ്റ് ഒന്ന് കാണാം അല്ലേ? ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ആംബിയൻസ്. സുൽത്താൻ വാ, നമുക്കൊന്ന്. ഫുൾ കളർഫുൾ ആണ് അല്ലേ? കളർഫുൾ ആണ്. കളർഫുൾ ഇൻ ദി സെൻസ് മിറർ ഫിനിഷ് ആണ്. ഇവിടെ ഒരു റിച്ചിങ് ഡിസൈൻ പാറ്റേൺ വന്നിട്ടുണ്ട്. നമ്മുടെ COP ഒക്കെ ടച്ച് COP തന്നെയാണ്. സീലിംഗ് ലൈറ്റ്സ് നമ്മൾ വാം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സെന്റർ ഡിസൈൻ പാറ്റേൺ മാഡം പറഞ്ഞ പോലെയാണ് കൊടുത്തേക്കുന്നത്. ഹാൻഡിൽ വെച്ചിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമ്മൾ ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് വന്നതാണ്. ആക്രിലിക് ഫിനിഷ് ആണ് ചെയ്ത് വന്നതാണ്. നമുക്കൊന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. വേറെ കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഒരുപാട് ലിഫ്റ്റിന്റെ വീഡിയോ ചെയ്ത്, ഇനി പുതുതായിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ലിഫ്റ്റ് ചെയ്യണമെന്ന് എന്നൊരു ആഗ്രഹം വരികയാണെങ്കിൽ എന്താണ് പ്രീതിക്ക് അവരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഒരു ഡ്രോയിങ് ഫേസിൽ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നീട് ഒരു ചിപ്പിംഗ് വർക്കോ മറ്റുള്ള വർക്ക്സോ പല പണികൾ ഒഴിവാക്കാം. കാരണം ഓരോന്നിനും ഓരോ സ്റ്റാൻഡേർഡ്സ് ആണല്ലോ. അപ്പൊ മിനിമം നമുക്ക് ഹോം ലിഫ്റ്റിനാണെങ്കിൽ പിറ്റും ഈ പറഞ്ഞ ഓവർഹെഡും മാറ്റമുണ്ട്, എത്രയാണ് അതിന്റെ മെഷർമെന്റ് വരുന്നതെന്ന്. കമേഴ്ഷ്യൽ ആണെങ്കിൽ അതിനും ആ ഒരു ലിഫ്റ്റിനും 3 ഫേസിന്റെ വരുമ്പോഴേക്കും മാറ്റമുണ്ട്. ഇനി അടുത്തത് നമ്മുടെ സ്ഥിരം പരിപാടി എന്താണ്? നമ്മുടെ കസ്റ്റമറെ മീറ്റ് ചെയ്യാന്നുള്ള കസ്റ്റമേഴ്സിന്റെ അഭിപ്രായങ്ങള്. ഇതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഈ പ്രീതിനെ ഈ റിലാൻഡിനെ ഏൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് വിശ്വാസത്തോടാണ് ഏൽപ്പിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. പേരെന്താണ്? സുധല്ലേ? നിങ്ങളെ യൂട്യൂബിൽ വീഡിയോ കണ്ടത് അല്ലേ? കണ്ട് ഹസ്ബൻഡിന് റെഫർ ചെയ്തു. വെരി വെരി വെരി. പേരെന്തായിരുന്നു? ഓമനക്കുട്ടൻ അല്ലേ? ഗുജറാത്തിലാണ്, വാപ്പിയിലാണ്. എന്താണ് ലിഫ്റ്റ് വെച്ചിട്ടുള്ള അഭിപ്രായം? നല്ല അഭിപ്രായം, നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ നമുക്ക് കിട്ടി. അതെ അതെ, പ്രീതിയുടെ ബ്ലോഗ് കണ്ടപ്പോ തന്നെ തീരുമാനിച്ചു ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന്. ഉച്ചയ്ക്ക് വരാൻ നോക്കിയിരുന്നു ഞാൻ ഓഫീസിൽ നിന്ന്. ഉടനെ വിളിച്ച് പിന്നെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത് എറണാകുളത്ത് വന്നു. അതെ അതെ, പോയി പെട്ടെന്ന് തന്നെ അന്ന് തന്നെ ഫൈനൽ ഇപ്പം എല്ലാം ഫിനിഷിംഗ് പണിയെല്ലാം കഴിഞ്ഞിട്ട് സാറിന്റെ മാഡത്തിന് സന്തോഷം. നമ്മുടെ ജീവിതത്തിലെ ആവശ്യപ്പെട്ട ഇഷ്ടപ്പെട്ട പോലെ ഒരു വീട് പണിയാൻ സാധിച്ചു. അതിലൂടെ അച്ഛനും അമ്മയ്ക്കും ഹെൽപ്ഫുള്ളായിട്ടൊരു മെലിടത്ത് പോകാനായിട്ടൊരു ലിഫ്റ്റ്, അച്ഛനമ്മക്ക് വേണ്ടി ഒരു ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ വലിയൊരു, പിന്നെ നമ്മളും പ്രായമായവരുമാണ്, നമുക്കും ആവശ്യമായി വരും. ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ വീഡിയോയിൽ പറയുന്നതാണ്. പക്ഷെ നിങ്ങളെപ്പോലുള്ളൊരു ക്ലയന്റ് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊരു അഭിപ്രായമാണല്ലോ വലുത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇവർ ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. ഞാൻ 5 വർഷമായിട്ട് ഇവരെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ഷോറൂം ഉണ്ട്, കാണാൻ നിങ്ങൾക്ക് കാണണ്ടല്ലോ, പോയി കണ്ടാണല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെയാണ് അല്ലേ? അല്ലേ? സെറ്റ് അല്ലേ? എന്താണ് എന്തെങ്കിലും പറയാനുണ്ടോ ലിഫ്റ്റിനെ പറ്റിയിട്ട്? ഇല്ല, അച്ഛനും അമ്മയും പറഞ്ഞില്ലേ? അത്ര മതില്ലേ? അച്ഛാ, എന്താണ് അച്ഛൻ്റെ അഭിപ്രായം? എന്താണ് എൻ്റെ അഭിപ്രായം? പിന്നെ ലിഫ്റ്റ് നല്ല അടിപൊളി ഒരു ലിഫ്റ്റാണ്. എൻ്റെ മോളും വരുമാനമാണ് ഇവിടെ താമസിക്കുന്നത്. ഞാനും ഇവിടെ ഉണ്ട്, എൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങൾക്ക് കാല് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടും കൂടെ എപ്പോഴും കയറാൻ കൊണ്ട് ചെയ്തു തന്നതാണ്. അതുകൊണ്ട് ഭയങ്കര സൗകര്യമായല്ലോ? ഭയങ്കര സൗകര്യം, ഭയങ്കര സന്തോഷം. അത് മതി. കാരണം വെച്ചാൽ മക്കള് അച്ഛന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ലിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം. ഇതിൽ കൂടെ സന്തോഷം വേറെ ഒന്നുമില്ല. വളരെ സന്തോഷമില്ലേ? നല്ല സന്തോഷം. അമ്മയുടെ അഭിപ്രായം എന്താണ്? നല്ല സന്തോഷം. നല്ല സന്തോഷം. മക്കളെ അങ്ങനെ ഒരു ലിഫ്റ്റ് സൗകര്യം ചെയ്ത പ്രീതി വീട് കണ്ടു, അഭിപ്രായങ്ങൾ അറിഞ്ഞു, എല്ലാവരും ഹാപ്പിയാണ്.
പക്ഷെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം, ഒരുപാട് ചോദിച്ചാണ്, എന്നാലും ചോദിക്കാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ 2026 പ്രൈസ് 2026 വരുവാണെങ്കിൽ ഇൻക്ലൂസീവ് ഓഫ് എവറിത്തിങ്, GST ആണെങ്കിൽ, ലൈസൻസ് ആണെങ്കിൽ, ഇൻഷുറൻസ് ആണെങ്കിൽ എല്ലാം കൂടെ നമുക്ക് ഇനീഷ്യൽ കൊടുക്കാൻ പറ്റുന്നത് 7.5. അതായത് 7 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വീടിനകത്ത് ഒരു ലിഫ്റ്റ് ചെയ്യാം അല്ലേ? അതെ, ചെയ്ത് തുടങ്ങാം. 7 മുതൽ അങ്ങോട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ഉദ്ദേശത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കസ്റ്റമൈസേഷൻ, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോട്ടർ അല്ലെ റോപ്പ് ബ്രാൻഡുകൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നേരെ പ്രീതിനെ അവിടെ വിളിച്ചാൽ മതി അല്ലേ? നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.